ഹെലികോപ്റ്ററിലും യൂട്ടേൺ അടിച്ച വി.ഡി. സതീശൻ സർക്കാർ. സ്വന്തം ആവശ്യത്തിന് ഹെലികോപ്റ്റർ ഉപയോഗിച്ച് മുഖ്യമന്ത്രിയെ ന്യായീകരിച്ച് മന്ത്രി കെ മുരളീധരൻ. കാലം മാറുമ്പോൾ കാറിന് പകരം ഹെലികോപ്റ്റർ എടുക്കുമെന്ന് മുരളീധരന്റെ ന്യായീകരണം. ഇതിപ്പോ കാലം മാറുമ്പോൾ കാറിന് പകരം ഹെലികോപ്റ്റർ എടുക്കും. എന്താ പറഞ്ഞിരുന്നത്? ഹെലികോപ്റ്റർ ഉപയോഗിക്കുന്നതിലൊന്നും ആരും വിമർശിച്ചിട്ടൊന്നുമില്ല. അർച്ചന കൂടി കൊച്ചിയിൽ നിന്ന് ചേരുകയാണ്. അർച്ചന, എന്തായാലും കഴിഞ്ഞ സർക്കാരിന്റെ കാലത്തെ ഹെലികോപ്റ്റർ ഉപയോഗം അതിനെ ഈ നിലയ്ക്കൊന്നും ആയിരുന്നില്ല. ഈ പറയുന്ന മുരളീധരൻ അടക്കമുള്ള നേതാക്കളൊക്കെ അന്ന് വിമർശിച്ചിരുന്നതും നോക്കി കണ്ടിരുന്നത്. അന്ന് അവയവ മാറ്റത്തിനടക്കമുള്ള പ്രധാനപ്പെട്ട ആവശ്യങ്ങൾക്കായിരുന്നു ഉപയോഗിച്ചിരുന്നത്. ഒരു തരത്തിലും മുഖ്യമന്ത്രി സ്വകാര്യ ആവശ്യത്തിനൊന്നും ഉപയോഗിച്ചിരുന്നില്ല. ഇപ്പോൾ എന്തായാലും മുഖ്യമന്ത്രി സ്വകാര്യ ആവശ്യത്തിന് ഹെലികോപ്റ്റർ ഉപയോഗിച്ചതിനെതിരെ വ്യാപക വിമർശനം ഉയരുന്നതിനിടെയാണ് മുരളീധരന്റെ ഈ ഒരു ന്യായീകരണം. എന്താണ് വിവരങ്ങൾ? അക്ഷയ്, തീർച്ചയായും പ്രതിപക്ഷം ഇരുന്നപ്പോൾ മറ്റൊരു നിലപാട്, ഇപ്പോൾ ഭരണത്തിലേറിയപ്പോൾ മറ്റൊരു നിലപാട്. അങ്ങനെയാണ് ഇത്തരത്തിൽ രണ്ട് രീതിയിലാണ് ഇത്തരത്തിൽ പ്രതികരിക്കുന്നത്. അതായത് ഈ മുഖ്യമന്ത്രി ഹെലികോപ്റ്റർ സ്വകാര്യ യാത്രയ്ക്ക് ഉപയോഗിച്ചതിന് ന്യായീകരിച്ചാണ് ഇപ്പോൾ മന്ത്രി കെ മുരളീധരൻ രംഗത്തെത്തിയിരിക്കുന്നത്. കാലം മാറുമ്പോൾ കാറിന് പകരം ഹെലികോപ്റ്റർ എടുക്കും, കാലത്തിനനുസരിച്ച് മാറ്റങ്ങൾ ഉണ്ടാകും എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല, ഹെലികോപ്റ്റർ ഉപയോഗിക്കുന്നതിലൊന്നും ആരും അന്ന് വിമർശിച്ചിട്ടില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതിൽ കൃത്യമായ തെളിവുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. കാരണം അന്ന് ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയായിരുന്ന വി.ഡി. സതീശൻ അന്ന് പറഞ്ഞിരുന്നത് ഈ ഔദ്യോഗിക ആവശ്യങ്ങൾക്ക് പോലും പിണറായി വിജയൻ ഈ ഹെലികോപ്റ്റർ ഉപയോഗിച്ചപ്പോൾ പോലും അതിനെയൊക്കെ വിമർശിച്ച ആളാണ്. മാത്രമല്ല, ദുരന്ത മുഖങ്ങളിലടക്കം ഹെലികോപ്റ്റർ ഉപയോഗിച്ചതിനെ അടക്കം വിമർശിച്ച ആളാണ് ഇപ്പോഴത്തെ മുഖ്യമന്ത്രി. എന്തായാലും അതിനെയൊക്കെ തള്ളിക്കൊണ്ടാണ്, ഇപ്പോൾ ന്യായീകരിച്ചുകൊണ്ടാണ് മുരളീധരൻ ഇപ്പോൾ രംഗത്തിരിക്കുന്നത്. കാലം മാറുമ്പോൾ കാറിന് പകരം ഹെലികോപ്റ്റർ ഒക്കെ എടുക്കും എന്ന രീതിയിലാണ് അദ്ദേഹം ഇതിനെ ന്യായീകരിച്ചുകൊണ്ട് ഇപ്പോൾ പറയുന്നത്. എന്തായാലും വലിയ വിമർശനങ്ങളാണ് സമൂഹ മാധ്യമങ്ങളിലടക്കം പൊതുജനങ്ങളിൽ നിന്നടക്കം ഇത്തരത്തിൽ വിമർശനങ്ങൾ ഉന്നയിക്കുന്നത്. കാരണം ഔദ്യോഗിക ആവശ്യങ്ങൾക്ക് മാത്രം ഉപയോഗിക്കേണ്ട ഹെലികോപ്റ്ററാണ്, അതാണ് ഇത്തരത്തിൽ സ്വകാര്യ ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ച് യൂട്ടേൺ അടിക്കുന്ന രീതിയിലൊക്കെ തീരുമാനങ്ങൾ ഉണ്ടാകും. എന്തായാലും രണ്ട് നിലപാടാണ് ഇപ്പോൾ കോൺഗ്രസിന്. അതെല്ലാ സംഭവങ്ങളിലാണെങ്കിലും എല്ലാ കാര്യങ്ങളിലാണെങ്കിലും അത് തന്നെയാണ്. ഇപ്പോൾ ഹെലികോപ്റ്റർ വിഷയത്തിലും അത് തന്നെ. ഭരണത്തിലേറിയപ്പോൾ മറ്റൊരു നിലപാട്, പ്രതിപക്ഷത്തിരുന്നപ്പോൾ മറ്റൊരു നിലപാട്. അങ്ങനെയാണ് ഇപ്പോൾ ഈ സർക്കാർ മുന്നോട്ട് പോകുന്നത്. അർച്ചന, ഈ ഹെലികോപ്റ്റർ വിഷയത്തിലെ കോൺഗ്രസിന്റെ പഴയ നിലപാട് മാധ്യമങ്ങൾ എടുത്തു ചോദിക്കുകയുണ്ടായി മന്ത്രിയോട്. എനിക്ക് തോന്നുന്നു അർച്ചന തന്നെയാണ് അത് ചോദിച്ചതെന്നും. അപ്പോഴും പ്രതികരിക്കാൻ തയ്യാറായില്ല അല്ലേ? അങ്ങനെ ഒരു സംഭവമേ ഇല്ല എന്നാണ് മന്ത്രി നടിക്കുന്നതല്ലേ? തീർച്ചയായും ഹെലികോപ്റ്റർ ഉപയോഗിക്കുന്നതും ആരും വിമർശിച്ചിട്ടില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതിൽ കൃത്യമായ തെളിവുകളുണ്ട്. കാരണം ഈ കെ മുരളീധരൻ അടക്കമുള്ള ആളുകളൊക്കെ അതിനെ വിമർശിക്കുകയും അതിനെ ട്രോളുകയും ഒക്കെ ചെയ്തതാണ് അന്നത്തെ ഈ സംഭവങ്ങളിലൊക്കെ. അതിനൊക്കെ പരിഹസിച്ചുകൊണ്ടാണ് അദ്ദേഹം അന്ന് രംഗത്തെത്തിയത്. ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയായ വി.ഡി. സതീശനും ഒക്കെ ഔദ്യോഗികമായി ആവശ്യങ്ങൾക്ക് മുഖ്യമന്ത്രി അന്ന് ഈ ഹെലികോപ്റ്റർ ഉപയോഗിച്ചപ്പോഴൊക്കെ അതിനൊക്കെ രൂക്ഷമായി വിമർശിക്കുകയൊക്കെ ചെയ്തതാണ്, അതിനെ പരിഹസിക്കുകയൊക്കെ ചെയ്താണ് ഇവർ രംഗത്തെത്തിയത്. പക്ഷെ ഇപ്പോൾ ഒരു സ്വകാര്യ ആവശ്യത്തിന് ഇത്തരത്തിൽ ഹെലികോപ്റ്റർ ഉപയോഗിക്കുകയും അതിൽ ഇത്തരത്തിലൊരു ഇരട്ടത്താപ്പ് മറുപടി പറയുകയും അതിനെ ന്യായീകരിക്കുകയൊക്കെ ചെയ്യുകയാണ് ഇപ്പോൾ കെ മുരളീധരൻ ചെയ്തിരിക്കുന്നത്. എന്തായാലും ഇതിൽ നേരത്തെ ഇത്തരത്തിലൊരു നിലപാടല്ല പ്രതിപക്ഷം എടുത്തിരുന്നത്, പ്രതിപക്ഷത്തായിരുന്നപ്പോൾ എടുത്തിരുന്നത് എന്ന അദ്ദേഹത്തോട് നമ്മൾ ആവർത്തിച്ച് ചോദിക്കുന്നുണ്ട്. പക്ഷെ അദ്ദേഹം അതിൽ മറുപടി പറയുന്നില്ല. അന്ന് ആരും വിമർശിച്ചിട്ടില്ല എന്ന് പറഞ്ഞതിൽ നിന്ന് കൈ ഒഴിഞ്ഞു പോകുകയായിരുന്നു അദ്ദേഹം ചെയ്തത്. എന്തായാലും ഇതിനെ പൂർണ്ണമായും ന്യായീകരിച്ചുകൊണ്ട് കാലത്തിനനുസരിച്ച് മാറണം എന്ന രീതിയിലൊരു ന്യായീകരണം തന്നെയാണ് ഇപ്പോൾ കെ മുരളീധരൻ വ്യക്തമാക്കുന്നത്. അർച്ചന, കൊച്ചിയിൽ ചികിത്സയിൽ കഴിയുന്ന ഭാര്യാപിതാവിനെ സന്ദർശിക്കാനല്ലേ മുഖ്യമന്ത്രി പോയത്? തീർച്ചയായും, തീർത്തും ഒരു സ്വകാര്യ ആവശ്യത്തിന് കൊച്ചിയിൽ കഴിയുന്ന അദ്ദേഹത്തിന്റെ ഭാര്യാപിതാവിനെ കാണാൻ തന്നെയാണ് എത്തിയത്. പിന്നെ മഴ കാരണം അദ്ദേഹം ആ ഹെലികോപ്റ്റർ ഇവിടെ നിന്ന് തിരിച്ചു പോകുന്നു. അത്തരത്തിൽ പൂർണ്ണമായും സ്വകാര്യ ആവശ്യത്തിന് വേണ്ടി മാത്രം ഈ ഹെലികോപ്റ്റർ ഉപയോഗിക്കുകയായിരുന്നു. എന്നാൽ കഴിഞ്ഞ പിണറായി സർക്കാരിന്റെ കാലഘട്ടത്തിൽ ദുരന്ത മുഖങ്ങളിൽ മാത്രമാണ് ഹെലികോപ്റ്റർ ഉപയോഗിച്ചത് നാം കണ്ടിട്ടുള്ളത്. ആ ഹെലികോപ്റ്റർ വാങ്ങിയത് മുതൽ അന്ന് മുതൽ വിമർശനം ഉന്നയിക്കുന്നതാണ് പ്രതിപക്ഷം. അതിനുശേഷം ഇത്തരത്തിൽ പല ആവശ്യങ്ങൾക്ക്, അതായത് ഔദ്യോഗിക ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ചപ്പോഴൊക്കെ ഇത്തരത്തിൽ വിമർശനങ്ങൾ ഉന്നയിച്ച് രംഗത്തെത്തിയവരാണ് ഈ വി.ഡി. സതീശനും ഒപ്പം ഈ കെ മുരളീധരൻ ഉൾപ്പെടെയുള്ള ആളുകൾ. അപ്പോഴാണ് ഇത്തരത്തിലൊരു സ്വകാര്യ ആവശ്യത്തിന്, തീർത്തും സ്വകാര്യമായ ഒരു ആവശ്യത്തിന് വിമാനം ഉപയോഗിക്കുകയും ഹെലികോപ്റ്റർ ഉപയോഗിക്കുകയും അതിൽ ഇത്തരത്തിൽ ന്യായീകരിച്ച് രംഗത്തെത്തുകയും ഒക്കെ ചെയ്യുന്നത്. എന്തായാലും സോഷ്യൽ മീഡിയയിലും പൊതുജനങ്ങൾക്കിടയിലും ഒക്കെ ഇതിൽ വിമർശനം ശക്തമാണ്. മാത്രമല്ല, ഇപ്പോൾ ഒരു ദുരന്ത സമയം കൂടിയാണ്. നമ്മൾ വലിയ മഴക്കെടുതിയുമായി മുന്നോട്ട് പോവുകയാണ്. പ്രളയ സമാനമായ സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോഴാണ് ഇത്തരമൊരു സമീപനങ്ങളും ഇത്തരമൊരു ഇരട്ടത്താപ്പൊക്കെ ഇതിൽ കാണിക്കുന്നത്. ഇത്തരമൊരു ന്യായീകരണങ്ങളൊക്കെ തുടരുന്നത് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.